പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും അതേപോലെ മെയിൻസിനും +2 ലെവൽ പ്രിലിമിനറിക്കും മെയിൻസിനും 10ാം തരത്തിന്റെ മെയിൻ എക്സാമിനേഷനൊക്കെ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ക്ലാസ്. SCERT ടോപ്പിക്സും അതിനോടൊപ്പം തന്നെ NCERT ഫാക്ട്സും നമ്മൾ ഈ ക്ലാസ്സിലൂടെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനിത് ഈ ചാനൽ പങ്കുവെക്കാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായി നമ്മൾ നോക്കുന്നത്, നമ്മൾ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം എന്നായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. രണ്ടാം ലോക മഹായുദ്ധം 1939 നടന്നത്. നമുക്കറിയാം, ഒന്നാം ലോക യുദ്ധം അവസാനിച്ച് 20 വർഷം കഴിഞ്ഞപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചതാണ് രണ്ടാം ലോക യുദ്ധം. 1939 മുതൽ 1945 വരെ ആയിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളിലും, അതായത് ഒന്നാം ലോക മഹായുദ്ധാനന്തരം 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും എന്ത് ചെയ്തു? വിജയിച്ച രാജ്യങ്ങൾ എന്ത് ചെയ്തു? കൈവശപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജർമ്മനിക്കും ഇറ്റലിക്കും എന്തുണ്ടായിരുന്നില്ല? കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും ജർമ്മനിയും ഇറ്റലിയൊക്കെ എന്ത് ചെയ്തു? പദ്ധതിയിട്ടു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിക്കുന്നതിനായി ആക്സിസ് പവേഴ്സ് അച്ചുതണ്ട് സഖ്യത്തിന് എന്ത് ചെയ്തു? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും രൂപം നൽകി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് കോളനികളോ, പാരീസ് സമാധാന സന്ധി പ്രകാരം അവർക്ക് കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ലഭിച്ചിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കോളനികൾ പിടിച്ചടക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും വേണ്ടിയിട്ട് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് രൂപം കൊണ്ടെടുത്ത ഒരു സഖ്യമാണ് അച്ചുതണ്ട് സഖ്യം അഥവാ ആക്സിസ് പവേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇതിനെതിരെയായിട്ടാണ് നമുക്കറിയാം അലൈഡ് പവേഴ്സ്, സഖ്യശക്തികൾ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന് നേതൃത്വം നൽകി. ആരൊക്കെയാടേ? നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമാണ് ഒരു സൈനിക സഖ്യമായ സഖ്യശക്തികൾ രൂപപ്പെടുത്തിയത്. അലൈഡ് പവേഴ്സ് എന്നാണ്. അപ്പോൾ ആക്സിസ് പവേഴ്സിൽ ഉൾപ്പെടുന്നത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും, അതായത് അച്ചുതണ്ട് സഖ്യത്തിൽ. എളുപ്പമാണ് പഠിക്കുക അല്ലെ? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും. അതേപോലെ തന്നെ സൈനിക സഖ്യമായ സഖ്യശക്തികൾ അലൈഡ് പവേഴ്സിൽ ഉൾപ്പെടുന്നത് അച്ചുതണ്ട് സഖ്യത്തിലെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അലൈഡ് പവേഴ്സിലെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അപ്പൊ ഇതായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിലെ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. അച്ചുതണ്ട് ശക്തികളില് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികളില് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം ഐക്യരാഷ്ട്രങ്ങളും അച്ചുതണ്ട് ശക്തികളും തമ്മിലായിരുന്നു. സഖ്യശക്തികളും, അതായത് ഐക്യരാഷ്ട്രങ്ങളും അച്ചുതണ്ട് ശക്തികളും തമ്മിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. പക്ഷെ ഓർത്തിരിക്കണം, ഈ രണ്ടാം ലോക മഹായുദ്ധത്തില് ഈ സഖ്യശക്തികളോടൊപ്പം തന്നെ പിന്നീട് ചേർന്നതാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ എന്ത് ചെയ്ത്? ഈ ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം.
അതായത് ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന അവയോടൊപ്പം ചേർന്നു. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവരാഷ്ട്ര സഖ്യം ആദ്യം എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ എന്ത് ചെയ്തില്ല? ചെറുത്തൊന്നുമില്ല. മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ, നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിരുന്നു. അവർ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് മുഖ്യ ശത്രുവായി ബ്രിട്ടനും ഫ്രാൻസും കണ്ടത്. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയത്തെയാണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്നറിയപ്പെടുന്നത്. അറിഞ്ഞിരിക്കണം, ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ, അതായത് ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചപ്പോൾ, അതായത് അച്ചുതണ്ട് ശക്തികൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഈ ആക്രമണങ്ങളെ ചെറുത്തതുമില്ല, ആക്രമണങ്ങളെ ചെറുത്തില്ല. അപ്പൊ ഈ ആക്രമണങ്ങളെ ചെറുക്കാതെ നിന്നത് കൊണ്ട് ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല. അങ്ങനെ ഈ ആക്രമണങ്ങളെ ചെറുക്കാതെ നിന്നിട്ട് അവരെന്ത് ചെയ്തു? സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെ ആയിരുന്നു മുഖ്യ ശത്രുവായി കണ്ടത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ചെയ്തത് ഫാഷിസ്റ്റ് നയങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ഇതിനെയാണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്നറിയപ്പെടുന്നത്, പ്രീണന നയം എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എങ്ങനെയാണല്ലേ, എപ്പോഴാണ്? ഓർത്തിരിക്കണം, പ്രസ്താവന തരത്തിൽ ക്വസ്റ്റ്യനൊക്കെ ഉൾപ്പെടാം. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. അപ്പോ 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. അപ്പൊ ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു? സഖ്യശക്തികൾ അല്ലെങ്കിൽ സഖ്യകക്ഷികൾ സെപ്റ്റംബർ 3 1939 സെപ്റ്റംബർ 3 ജർമ്മനിക്കെതിരെ എന്ത് ചെയ്തു? യുദ്ധം പ്രഖ്യാപിച്ചു. ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചത്. ഈ വസ്തുത അറിഞ്ഞിരിക്കണം. അപ്പൊ പോളിസി ഓഫ് അപ്പീസ്മെന്റ്, പ്രീണന നയവും രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ച സംഭവവും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി പോർഷനിലേക്ക് പോകാം. അപ്പോൾ ഈ ബാക്കി പോർഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിലാക്കിയിരിക്കണം മ്യൂണിക് ഉടമ്പടിയെ കുറിച്ച്. നമ്മൾ പ്രീണന നയത്തെക്കുറിച്ച് തൊട്ട് മുമ്പ് മനസ്സിലാക്കിയിരുന്നു അല്ലെ? പ്രീണന നയത്തെക്കുറിച്ച് തൊട്ട് മുമ്പ് മനസ്സിലാക്കിയിരുന്നു. പോളിസി ഓഫ് അപ്പീസ്മെന്റിനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരുന്നു? തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ മ്യൂണിക് ഉടമ്പടി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മ്യൂണിക് ഉടമ്പടി? അപ്പോൾ ഈ പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി എന്ന്. അപ്പൊ ഈ മ്യൂണിക് ഉടമ്പടി 1938 ഒപ്പുവെക്കുന്നത്. ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻ ലാൻഡ്. അപ്പോ ചെക്കോസ്ലോവാക്യയിലെ പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്, ചെക്കോസ്ലോവാക്യയിലെ പ്രദേശം. അപ്പോൾ ഈ സുഡറ്റൻ ലാൻഡ് എന്ന പ്രദേശത്തിന് മേല് ഹിറ്റ്ലർ അവകാശം ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികള് ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളനിക്കുകയാണ്. ചെക്കോസ്ലോവാക്യയെ പക്ഷേ ഇതിലേക്ക് ക്ഷണിച്ചതുമില്ല. ചെക്കോസ്ലോവാക്യയിലെ സമ്പന്നമായ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധമായ പ്രദേശമാണ് സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിൽ എന്ത് ചെയ്തു? ചെക്കോസ്ലോവാക്യയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു. മ്യൂണിക് ഉടമ്പടിയിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിലാണ് സമ്മേളിച്ചത്. ഈ സമ്മേളന പ്രകാരം സുഡറ്റൻ ലാൻഡ് എന്ത് ചെയ്തു? ജർമ്മനിക്ക് നൽകാനായിട്ട് തീരുമാനിച്ചു. ഇത് പ്രീണന നയത്തിന് ഉദാഹരണമാണ്.
ഇപ്പോൾ ഇത് നടക്കുന്നത്, ഈ മ്യൂണിക് ഉടമ്പടി നടക്കുന്നത് 1938 എന്തിനാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കോസ്ലോവാക്യയുടെ സമ്പൽ സമൃദ്ധമായ പ്രദേശമായ സുഡറ്റൻലാൻഡിനെ ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി. ഇത് ജർമ്മനിയിലെ മ്യൂണിക്കിലാണ് നടന്നത്. ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയുമാണ് ഈ മ്യൂണിക് ഉടമ്പടിയിൽ പങ്കെടുത്തത്. ഓക്കെ അല്ലേ? ഈ 4 രാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം. മ്യൂണിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച അല്ലെങ്കിൽ പങ്കെടുത്ത രാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മൾ മ്യൂണിക് ഉടമ്പടിയെ കുറിച്ച് മനസ്സിലാക്കി. എന്തിനായിരുന്നു മ്യൂണിക് ഉടമ്പടി നടന്നതെന്നുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നോൺ അഗ്രഷൻ പാക്ട്, അനാക്രമണ സന്ധി. നോൺ അഗ്രഷൻ പാക്ട്, അനാക്രമണ സന്ധി 1939 എന്ത് ചെയ്യുന്നുണ്ട്? സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു സന്ധിയില് ഒപ്പുവെക്കുന്നുണ്ട്. ആ സന്ധിയാണ് അനാക്രമണ സന്ധി. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധിയില് ഒപ്പുവിട്ടു. അപ്പൊ ആ സന്ധിയാണ് നോൺ അഗ്രഷൻ പാക്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സന്ധി പ്രകാരം, ഈ സന്ധിയിൽ എന്താണ് പറയുന്നത്? പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും, പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. ആ സന്ധിയാണ് നോൺ അഗ്രഷൻ പാക്ട് എന്ന് പറയുന്നത്. നോൺ അഗ്രഷൻ പാക്ടിൽ എന്തായിരുന്നു പറയുന്നത്? സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ ജർമ്മനിയും ഒപ്പുവെച്ച സന്ധിയാണ് അനാക്രമണ സന്ധി, നോൺ അഗ്രഷൻ പാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും ഈ സന്ധി പ്രകാരം വ്യവസ്ഥ ചെയ്യപ്പെടുന്നു. നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, കൂട്ടുകാരെ, നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ടിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകണം. എക്സാമിന് ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ നോൺ അഗ്രഷൻ പാക്ട് 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയുമാണ് ഈ നോൺ അഗ്രഷൻ പാക്ട്, അനാക്രമണ സന്ധിയില് ഒപ്പിട്ടത്. എന്തിനാണ് ഈ അനാക്രമണ സന്ധിയില് ഒപ്പിടുന്നത്? ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ 1941 ഹിറ്റ്ലർ എന്ത് ചെയ്തു? റഷ്യ ആക്രമിച്ചു. ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ നോൺ അഗ്രഷൻ സന്ധി അല്ലെങ്കിൽ നോൺ അഗ്രഷൻ പാക്ട്, അനാക്രമണ സന്ധി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓർത്തിരിക്കണം, എന്തുകൊണ്ടാണ് എക്സാമിന് ചോദിക്കാം, പ്രസ്താവനാ തലത്തിലൊക്കെ ചോദിക്കാം, അമേരിക്ക ഈ 2ാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാനുണ്ടായ കാരണം നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പേൾ ഹാർബർ ആക്രമണമാണ്. 1941 ജപ്പാൻ എന്ത് ചെയ്തു? ഹവായ് ദ്വീപിലുള്ള അമേരിക്കയുടെ നാവിക താവളമായിരുന്നു ഈ പേൾ ഹാർബർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, അമേരിക്കയുടെ നാവിക താവളമാണ് പേൾ ഹാർബർ. 1941 ജപ്പാൻ ഹവായ് ദ്വീപിലുള്ള അമേരിക്കയുടെ നാവിക താവളമായ പേൾ ഹാർബർ ആക്രമിച്ചപ്പോഴാണ് അമേരിക്ക ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും 1945 ഓഗസ്റ്റ് 6 എന്ത് ചെയ്യുന്നുണ്ട്? ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും ഒക്കെ അണുബോംബൊക്കെ വർഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ആരാണ് ആക്രമിച്ചത്? അച്ചുതണ്ട് ശക്തിയിലെ ജപ്പാനാണ് ആക്രമിച്ചത്. പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താൽപര്യങ്ങളാണ് പേൾ ഹാർബർ ആക്രമിക്കാനായിട്ട് ജപ്പാനെ പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു? ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തില് പ്രവേശിക്കുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കണം പേൾ ഹാർബർ ആക്രമണം. ഇനി സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് തന്നെ 2ാം ലോക മഹായുദ്ധം മാറ്റിമറിക്കുകയാണ് ചെയ്തത്.
സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ എന്ത് ചെയ്ത് ഇറ്റലിയും ജർമ്മനിയൊക്കെ കീഴടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ മുസോളിനി എന്ന് പറയുന്ന ഇറ്റലിയുടെ ഏകാധിപതിയായിരുന്നു അല്ലെ. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിക്കുകയും ജർമ്മൻ ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഓർത്തിരിക്കണം, ജപ്പാൻ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, കീഴടങ്ങിയിട്ടില്ല. ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു, ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങുന്നുണ്ട്. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുമ്പ് അമേരിക്ക, അതാണ് നമ്മൾ പറഞ്ഞത് 1945 ഓഗസ്റ്റ് 6 എക്സാമിന് ചോദിക്കും ലിറ്റിൽ ബോയ്. ആ ബോംബിന്റെ പേര് ഓർത്തിരിക്കണം, അണുബോംബാണ്. 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് എന്ത് ചെയ്തു, ഹിരോഷിമയിലും, ലിറ്റിൽ ബോംബ് എന്ന് പറയുന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അപ്പോൾ 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അങ്ങനെയാണ് ജപ്പാൻ എന്ത് ചെയ്യുന്നത്, രണ്ടാം ലോക യുദ്ധത്തിൽ കീഴടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ജപ്പാനിൽ അമേരിക്ക ബോംബ് വർഷിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ടാം ലോക യുദ്ധത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പല പ്രത്യാഘാതങ്ങളും ഉണ്ടായി. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരമൊക്കെ ശക്തപ്പെട്ടു. അപ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറുകയും ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമാവുകയും ചെയ്ത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, USSR, ചൈന എന്നിവരടങ്ങിയ പഞ്ചമഹാശക്തികളും അവരോട് സഖ്യത്തിലായിരുന്ന അനേകം ചെറു രാജ്യങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഐക്യരാഷ്ട്രങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത. ജർമ്മനി, ഇറ്റലിയും ജപ്പാൻ എന്നിവരായിരുന്നു അച്ചുതണ്ട് ശക്തികൾ. അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിൽ ആദ്യമായി കീഴടങ്ങിയ രാജ്യം ഇറ്റലിയും അവസാനമായി കീഴടങ്ങിയത് ജപ്പാനുമായിരുന്നു. നമുക്കറിയാം, ഐക്യരാഷ്ട്ര സംഘടന രണ്ടാം ലോക മഹായുദ്ധാനന്തരം നിലവിൽ വന്നു. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഗുരുതരങ്ങളായ പാതകങ്ങൾ ചെയ്ത ആളുകളെ, അതായത് ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ ഓർത്തിരിക്കണം, ന്യൂറംബർഗിലാണ് വിചാരണ ചെയ്തത്. അപ്പൊ ന്യൂറംബർഗിലാണ് എന്ത് ചെയ്തത്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഗുരുതര കുറ്റങ്ങൾ ചെയ്ത ആളുകളെ എന്ത് ചെയ്തത്, വിചാരണ ചെയ്തത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതി അറിഞ്ഞിരിക്കണം, സീ ലയൺ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ് കൂട്ടുകാരെ? സീ ലയൺ എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതി. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റഷ്യയെ ജർമ്മനി ആക്രമിച്ച യുദ്ധം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ബാർബോസ എന്നാണ്. ഓപ്പറേഷൻ ബാർബോസ എന്നാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി എന്ത് ചെയ്തത്, റഷ്യയെ ജർമ്മനി ആക്രമിച്ച യുദ്ധം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ബാർബോസ. അപ്പോൾ ഓപ്പറേഷൻ ബാർബോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റഷ്യയെ ജർമ്മനി ആക്രമിച്ച യുദ്ധമാണ് എന്തറിയപ്പെടുന്നത്, ഓപ്പറേഷൻ ബാർബോസ എന്ന് അറിയപ്പെടുന്നത്. UNOയുടെ രൂപീകരണത്തിന് കാരണമായ, ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. നമുക്കറിയാം, 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അമേരിക്ക വർഷിച്ച ബോംബ് അറിയപ്പെടുന്നത് ലിറ്റിൽ ബോയ് എന്നാണ്. അമേരിക്ക നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9 വിക്ഷേപിച്ച അല്ലെങ്കിൽ വർഷിച്ച ബോംബാണ്
ഫാറ്റ് മാൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു വസ്തുക്കൾ, ഇപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം നമ്മൾ പറഞ്ഞു ഹിരോഷിമ, നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. അവയാണ് ഹിബാക്കുഷകൾ എന്നറിയപ്പെടുന്നത്. ഈ ഹിബാക്കുഷകളെ കുറിച്ച് നിങ്ങൾ റീസെന്റ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഈ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഒരു വസ്തുത, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട് കൂട്ടുകാരെ, ഇമ്പോർട്ടൻ്റ് ആണ്. 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയത് നമ്മൾ പഠിച്ചിരുന്നു. എക്സാമിനും പലപ്പോഴും ചോദിച്ചു, പല 10th ലെവൽ പ്രിലിമിനറിക്കൊക്കെ ഇത് ചോദിച്ചിരുന്നു. നിഹോൺ ഹിഡാങ്കോ. അപ്പോൾ സമാധാനത്തിനുള്ള 2024 നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയത് നിഹോൺ ഹിഡാങ്കോ ആണ്. എന്താണ് ഈ നിഹോൺ ഹിഡാങ്കോ എന്ന് പറയുന്നത്? അല്ലേ, രണ്ടാം ലോക മഹായുദ്ധാനന്തരം 1945 ബോംബ് വർഷിച്ചു നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം അതിന്റെ സർവൈവേഴ്സിനെ, അല്ലെങ്കിൽ ആ സർവൈവേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് സംരക്ഷിക്കുന്ന അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഈ നിഹോൺ ഹിഡാങ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെ, അപ്പോൾ അണുബോംബിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാങ്കോ. അപ്പോൾ നിഹോൺ ഹിഡാങ്കോക്കാണ് 2024 സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത്. അവര് ഈ ഹിബാക്കുഷകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഹിരോഷിമ, നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരെയാണ് ഹിബാക്കുഷകൾ എന്ന് പറയുന്നത്. അണുവികിരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാക്കുഷകളാണ് ജപ്പാനിലുള്ളത്. അപ്പോൾ അവയൊക്കെയാണ് നിഹോൺ ഹിഡാങ്കോ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഈ ഹിബാക്കുഷകളെ റെപ്രസെന്റ് ചെയ്യുന്ന നിഹോൺ ഹിഡാങ്കോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാം. ആ വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏതാണ്? നിഹോൺ ഹിഡാങ്കോയും അതേപോലെ തന്നെ ഹിബാക്കുഷകളെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹിബാക്കുഷകൾ, അതേപോലെ തന്നെ 2024 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ നിഹോൺ ഹിഡാങ്കോ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. NGO യൂണിയൻ ആണ് അല്ലെ. നമ്മൾ ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കാറുണ്ട്. UN ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 24 അറിഞ്ഞിരിക്കണം, എക്സാമിന് ചോദിക്കും. അപ്പോൾ ഒന്നാം ലോക യുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചു എന്ന് നമുക്കറിയാം. പക്ഷെ അത് ലോക സമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സംഘടനകൾക്ക് ശ്രമം ആരംഭിക്കുകയും അതിന്റെ ഫലമായിട്ട് എന്താണ് നിലവിൽ വന്നത് നമുക്കറിയാം. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ടു. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടത് 1945 ഒക്ടോബർ 24. ഓർത്തിരിക്കണം, ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം, യുഎന്റെ ആസ്ഥാനം എവിടെയാണ്? അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. യുഎന്റെ ആസ്ഥാനം എവിടെ? അമേരിക്കയിലെ ന്യൂയോർക്ക്. യുഎൻ സെക്രട്ടറി ജനറലൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ, ആന്റോണിയോ ഗുട്ടറസ്. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളെ പുരോഗതിക്കുള്ള പ്രവർത്തനങ്ങൾ, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളവയൊക്കെ ഏതിന്റെ ലക്ഷ്യമാണ്?
യു എൻ ഓർഗനൈസേഷന്റെ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ലക്ഷ്യമാണ് 1945 ഒക്ടോബർ 24 രൂപീകൃതമാകുന്നത്. UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടന. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളവയെല്ലാം UN ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഒക്ടോബർ 24 UN ദിനമായിട്ട് സ്ഥാപിച്ച ദിനമാണ് ഒക്ടോബർ 24. അതുതന്നെയാണ് UN ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നിലവിലെ നമ്മൾക്കറിയാവുന്നതാണ്, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന വ്യക്തി. അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം, ഈ അന്റോണിയോ ഗുട്ടറസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട മറ്റ് വസ്തുതകളുണ്ട്. 1995 മുതൽ 2002 വരെ പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായിരുന്നു അന്റോണിയോ ഗുട്ടറസ്. 2002 വരെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായിരുന്നു അന്റോണിയോ ഗുട്ടറസ്. അപ്പോൾ ആ വസ്തുത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ യുദ്ധം കലാസൃഷ്ടികളിൽ രണ്ടാം ലോക യുദ്ധത്തോടുള്ള കലാപരമായിട്ടുള്ള പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പിക്കാസോയുടെ, ഓർത്തിരിക്കണ, എക്സാമിന് ചോദിക്കും, പിക്കാസോയുടെ വിഖ്യാത ചിത്രമാണ് ഗേർണിക്ക. ഗേർണിക്ക എന്ന് പറയുന്നത് പിക്കാസോയുടെ വിഖ്യാത ചിത്രമാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നോവലുണ്ട്, മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രതികരണങ്ങളാണ്. പിക്കാസോയുടെ വിഖ്യാത ചിത്രമാണ് ഗേർണിക്ക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചൊരു നോവലുണ്ട്, മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന് പറയും. അതുപോലെ തന്നെ പോളണ്ടിലെ സംവിധായകനായ ആന്ദ്രേ വൈദിയുടെ യുദ്ധചിത്രത്രയങ്ങളാണ്, അതായത് 3 ചിത്രങ്ങളാണ് യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളത്. ജനറേഷനും കനാലും ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ് ഓർത്തിരുന്നോളണം കൂട്ടുകാരെ. ജനറേഷനും കനാലും ആഷസ് ആൻഡ് ഡയമണ്ട്സും പോളിഷ് സംവിധായകനായ ആന്ദ്രേ വൈദയുടെ യുദ്ധ ചിത്രങ്ങളാണ്. 3 ചിത്രങ്ങളാണ്, അതായത് ജനറേഷനും കനാലും ആഷസ് ആൻഡ് ഡയമണ്ട്സ്. അതുപോലെ തന്നെ ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്, അതേപോലെ ചാർലി ചാപ്ലിന്റെ ഒരു ചിത്രമുണ്ട്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അലൻ റെനോയുടെ ഹിരോഷിമ മോൺ അമോർ. അതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രം. അപ്പൊ രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പോളിഷ് സംവിധായകനായ ആന്ദ്രേ വൈദയുടെ ജനറേഷനും കനാലും ആഷ് ഡയമണ്ട്സ്, അതുപോലെ ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്, ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അലൻ റെനോയുടെ ഹിരോഷിമ മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. അപ്പോൾ ഇതെല്ലാമാണ് രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങൾ. ഇത്രയും വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ സഡാക്കോ എന്ന് പറയുന്ന കൊക്കുകളെ യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ സഡാക്കോ സസുക്കി എന്ന ബാലിക ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിരോഷിമയിൽ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചു ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായിട്ടുണ്ടായ അണുവികിരണത്തിന്റെ ഇരയാണ് ഈ സഡാക്കോ സസുക്കി എന്ന ബാലിക. അവൾ രോഗശയ്യയിൽ നിന്ന്, അല്ലെങ്കിൽ ആ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച
കൊക്കുകളാണ് സഡാക്കോ എന്നറിയപ്പെടുന്നത്. ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമായിട്ട് ഈ സഡാക്കോ സസുക്കി എന്ന ബാലിക നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ പ്രതീകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ബാക്കി തുടരുന്നതാണ്. നമ്മൾ രണ്ടാം ലോക മഹായുദ്ധവും അതിനോടനുബന്ധിച്ച വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി മറ്റു കോളനികൾ രണ്ടാം ലോക യുദ്ധമാനന്തരം പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എങ്ങനെയൊക്കെ സ്വതന്ത്രമാകുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായതിനെ കുറിച്ചും നിലവിലെ ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറലിനെ കുറിച്ചും അതേപോലെ തന്നെ 2024 സമാധാന നോബൽ കരസ്ഥമാക്കിയതിനെ കുറിച്ചൊക്കെ അനുബന്ധ വസ്തുതകളായിട്ട് നോക്കി. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ കണ്ടുമുട്ടാം. അതുവരെ ബൈ.